ബഹുമാനപ്പെട്ട നിയുക്ത കേരള മുഖ്യമന്ത്രിയെ കണ്ട് ശിവഗിരി മഠത്തിന്റെ മംഗളാശംസകൾ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞാൻ ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി, മഠത്തിലെ സീനിയർ സന്യാസിയായ ജ്ഞാനതീർത്ഥ സ്വാമി, ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് മഠത്തിൻ്റെതായ ഷാൾ അണിയിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ മഠത്തിന്റെ ഒരാഗ്രഹം സമർപ്പിക്കുകയും ചെയ്തു. അത് മറ്റൊന്നുമല്ല, ശിവഗിരി മഠവുമായി ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 9 പേര് ജയിച്ചു വന്നിട്ടുണ്ട്. ആ 9 പേരിൽ നിന്നും കേരളകൗമുദി എഡിറ്റോറിയൽ എഴുതിയിരുന്നു, ഒരു 6 പേരെയെങ്കിലും മന്ത്രിമാരാക്കണം. ഞങ്ങൾ അതിൽ നിന്നും വേണ്ട യോഗ്യതയുള്ള 3-4 പേരെയെങ്കിലും മന്ത്രിമാരാക്കിയിരിക്കണം, അതാണ് ശിവഗിരി മഠത്തിന്റെ ആവശ്യം എന്ന് ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിയെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം അത് അനുഭാവപൂർവം ഉൾക്കൊള്ളും, അംഗീകരിക്കും, നടപ്പിലാക്കുമെന്നുള്ള പ്രത്യാശയാണ് ശിവഗിരി മഠത്തിനുള്ളത്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ നേരത്തെ ഒരു പട്ടിക നേരത്തെ അങ്ങ് മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട വന്നതിൽ തന്നെ ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും, അത് സന്യാസംഘത്തിന്റെ പൊതുവെയുള്ള തീരുമാനമാണ്. അത് പ്രകാരമാണ് അങ്ങനെ അന്ന് സമർപ്പിച്ചത്. അതിൽ നിന്നും കുറെ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നിൽ നിന്നും ഏതാണ്ട് 9 പേരായല്ലോ. അതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം മന്ത്രിമാരെ നയിക്കുന്നതിലും അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നതിലും വേണ്ട മാർഗനിർദ്ദേശം ഉണ്ടാകണം. ശിവഗിരി മഠത്തിന്റെ ഒരാഗ്രഹം കൂടി സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വകുപ്പുണ്ട്, മന്ത്രിയുണ്ട്. അതുപോലെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആവശ്യം. കേരളത്തിൽ ഏതാണ്ട് 42ഓളം പിന്നോക്ക സമുദായങ്ങൾ. ആ പിന്നോക്ക സമുദായങ്ങളുടെ എല്ലാം സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പിന്നോക്ക സമുദായത്തിൻ്റെതായൊരു മന്ത്രി, പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടി ഉണ്ടാകണം. അതിനുള്ള തീരുമാനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ശിവഗിരി മഠം അഭ്യർത്ഥിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമവും ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗത്തിന് പുറമെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒരു മന്ത്രി വേണമെന്നതാണ്. അതെ, ശരി, നമസ്കാരം.